അപ്പോൾ നമ്മൾ ഈ തവണ ചെയ്യുന്നത് MCT അഥവാ മലബാർ കോളേജ് എന്നുള്ള കോളേജിൻ്റെ ഒരു വെബ്സൈറ്റ് വിസിറ്റാണ്. അവിടെ മെക്കാനിക്കൽ ഉണ്ടെന്നാണ് എനിക്ക് പ്രാഥമിക ദൃഷ്ടിയ മനസ്സിലായത്. കണ്ട് മെക്കാനിക്കലുണ്ട്, മെക്കാട്രോണിക്സും ഉണ്ട്, ഓട്ടോമൊബൈലും ഉണ്ട്. അപ്പോൾ ഫിസിക്കൽ സ്ട്രീംസ് കൂടുതലാണ് ഇവിടെ, 4 ഐറ്റംസായി സിവിലടക്കം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തുറന്നു വരുമ്പോൾ ഇങ്ങനെ വന്നു, ഇതിൽ ഒരു വീഡിയോ പ്ലേ ആവുകയാണ്. ആ വീഡിയോ പക്ഷെ പ്ലേ ആവുമ്പോൾ ഫസ്റ്റ് തന്നെ ഈ കാണുന്ന ഹൈറ്റിൽ കുറേ എഴുതിയ കാര്യങ്ങൾ ലിങ്കും, ഇന്ന് ഇവിടെ എത്ര സ്പേസ്, ഇവിടെ എന്താ ഇത്ര വൈറ്റ് സ്പേസിൻ്റെ ആവശ്യമില്ല, ഇവിടെ നിന്ന് വൈറ്റ് സ്പേസ് ഇത്ര വന്നേ. എന്നിട്ട് ഇവിടെ ഒരു ഇങ്ങനെ സ്ക്രോളിങ് ലെറ്റേഴ്സ് പോകുന്നുണ്ട്. അതും ഇവിടെ സ്പേസിംഗ് ഒന്നും പോരാ, അതൊരു പ്രൊഫഷണൽ എഫക്റ്റ് പോരാ. കണ്ട ഇവിടെ സ്പേസിങ് ഓവർ സ്പേസിങ്ങും, ഇവിടെ സ്പേസ് കുറവുണ്ട്, ഇവിടെ വൈറ്റ് സ്പേസ് കൂടുതൽ. ഈ വീഡിയോ പ്ലേ ആവുന്നുണ്ട്. ഇതിന് മുകളിൽ ഈ കാണുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒരു ട്രാൻസ്ലൂസൻ്റ്, ഞാൻ പറഞ്ഞല്ലോ ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള ഒരു എഴുതി കാണിക്കുന്നത് എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ ശരിക്കും ഇങ്ങനെ സെൻറ്ററായിട്ട് വരണമായിരുന്നു ശരിക്കും. ഈ വീഡിയോ സെൻറ്ററിൽ, അടുത്ത വീഡിയോ ഉണ്ടോ, ഇനി വീഡിയോ ഉണ്ടോ അവിടെ, നെക്സ്റ്റ് ഇവിടെ അടുത്ത വീഡിയോ. അപ്പോൾ ഇത് ശരിക്കും സെൻട്രൈസ്ഡായിട്ട് ഇവിടെ മൊത്തം സെൻറ്ററിൽ വരണമായിരുന്നു വീഡിയോ. ഇത് കുറച്ച് താണ് പോയിട്ട് വന്നു, അതാണ് എനിക്ക് ഇതിലൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നുന്നത്. ഇനി ഇതിവിടെ അത്ര സ്പേസിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടേക്ക് കണ്ടോ, ഇതൊക്കെ മുട്ടി നിന്നൂടെ, മുകളിൽ മുട്ടി നമുക്ക് സ്ഥലം ലാഭിക്കാമല്ലോ. ഇവിടെ വേണമെങ്കിൽ ഫുൾ സ്ക്രീനിലാക്കാം, അപ്പോൾ ഇതിലൂടെ കാണാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ ഫുൾ സ്ക്രീനിലിടുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ നമ്മുടെ ആൾക്കാർ ഫുൾ സ്ക്രീനിൽ ഫസ്റ്റ് ഇടില്ലല്ലോ, ഫസ്റ്റ് ഇങ്ങനെയല്ല ഇടുക. അപ്പോൾ അങ്ങനത്തെ ഇനി അടുത്ത ആഴ്ചക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ വീഡിയോ വരുന്നത് ആണ് ഇവിടെ മെയിനായിട്ട് ഉള്ളത് ഒരു കാര്യം. ലേറ്റസ്റ്റ് ന്യൂസ്, അത് നല്ല പരിപാടിയാണ്. അവിടെ നടന്ന ലേറ്റസ്റ്റ് ന്യൂസ് ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ പോസ്റ്റ് കിട്ടുന്ന പോലെ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇടുന്ന പോലെ എല്ലാ കോളേജും ചെയ്യുന്നുണ്ട്. വിദ്യയിൽ ഇങ്ങനെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മെയിൻ സംഭവം അങ്ങനെ ഉണ്ടായിരുന്നു. വേർഡ് പ്രസ്സിലാണ് ചെയ്യേണ്ടത്. വേർഡ് പ്രസ്സിൻ്റെ ലോഗോ വന്നതുകൊണ്ട് അവിടെ ഇത് വേർഡ് പ്രസ്സിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ വേർഡ് പ്രസ്സിൻ്റെ ലോഗോ വന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഇവിടെ കുറച്ച് ഇത് നെക്സ്റ്റ് അടിക്കാൻ പറ്റുമോ, സ്ക്രോൾ ചെയ്യണം, നമ്മൾ കാത്തിരിക്കണമല്ലേ അടുത്ത ഇവൻ്റ് കാണണമെങ്കിൽ. നെക്സ്റ്റ് കാണാൻ പറ്റില്ല. അപ്പോൾ ഒരു ഐറ്റം എടുത്തു കഴിഞ്ഞാൽ ഡിസംബർ 10 നടന്നൊരു സംഭവമാണ് ഇപ്പോൾ. അപ്പോൾ അത് ഫോട്ടോ ഇവിടെ എന്താ നടന്നതെന്നുള്ളത്, അതിന് ഒരു പത്രവാർത്ത പോലെ നമ്മളിങ്ങനെ ന്യൂസ് മെറ്റീരിയൽ പോലെ ഒരു ഫോട്ടോയും അതിനിടയിൽ എന്താണ് അതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് പോസ്റ്റ് ഓപ്ഷൻ, പ്രീവിയസ് പോസ്റ്റ്, ഇങ്ങനെ നെക്സ്റ്റ് വായിക്കാം. അങ്ങനത്തെ ഇതൊരു ബ്ലോഗ് ടൈപ്പ് സംഭവമാണ്. കണ്ടില്ലേ, ഇതൊക്കെയും ഒരു നമുക്ക് മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ മേടിക്കാൻ ഫ്രീ ആയിട്ടും ഓപ്ഷൻ ഉണ്ട്, പൈസ കൊടുത്തുള്ള വെർഷനൊക്കെ ഉണ്ട്. അതായത് ഒരു വേർഡ് പ്രസ് ടെംപ്ലേറ്റ് ആണിത്. ന്യൂസ് ബ്ലോഗ് കഴിയുമ്പോൾ തന്നെയല്ലേ വരും. ബ്ലോഗ് കഴിയുമ്പോൾ ഇതേപോലെ അടിയിലേക്ക് ഡേറ്റ് വൈസ് കണ്ട, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ജനുവരി 15 വലുതാക്കി എഴുതിയത്. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജപ്പാനീസ് ലാംഗ്വേജിൽ. ഇനി നമ്മൾ മെയിൻ ഹോമിൽ നിന്ന് വരികയാണെങ്കിൽ, അല്ല ഇത് ഈ സൈറ്റ് മറ്റൊരു സൈറ്റിനാണെങ്കിലും ബെറ്റർ, സൂപ്പർ കോളേജിന് മറ്റുള്ള കോളേജിനേക്കാൾ സൂപ്പറായിട്ടുള്ളൊരു സംഭവം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ചില എലമെൻറ്റ്സ് മാത്രമേ ഞാൻ എടുത്ത് പറയുന്നതാണ് കേട്ടോ. ഇനി പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ശ്രമിക്കുക. നമ്മളിത്തിരി ഓവർ സ്ട്രെസ് ആവുന്നുണ്ടെങ്കിൽ ശ്രമിക്കണം. മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത് നോക്കാം. മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അവസ്ഥ എന്താ. ഈ റെഡ് എനിക്ക് റെഡല്ല, അങ്ങനെ തുറന്നു വന്ന് എനിക്ക് ഇഷ്ടമായി. ഓപ്പൺ ആക്കി വരില്ല, മെക്കിൻ്റെ പേജ് ലോഡ് ചെയ്യുമ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ളത് ഓപ്പണായി വന്നത് എനിക്കിഷ്ടമായി. എന്നിട്ട് ഇനി ഇതും അതെ, ഇവിടെ ഇമേജ്, ഇവിടെ എനിക്ക് ഇത്ര സ്പേസ്, റെഡ് എനിക്ക് അത്ര ഇഷ്ടമായില്ല. റെഡ് നമ്മളങ്ങനെ കണ്ണിന് സ്ട്രെയിനല്ല റെഡ്. പിങ്ക് കുഴപ്പമില്ല. ഇതൊരു പിങ്ക് റെഡാണോ എനിക്ക് മനസ്സിലാവണില്ലല്ലോ. ഇത് ഫസ്റ്റിനെ ഫാക്കൽറ്റി ടെലഗ്രാം ചിഹ്നം. അപ്പോൾ ഇവിടെ ആരൊക്കെയും ഫാക്കൽറ്റീസ് ഉണ്ടോ, 2 ഡോക്ടർ എഴുത്തുള്ളവരുണ്ട്. അങ്ങനെ ഫോട്ടോ വെച്ചിട്ടില്ല, അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. ഫോട്ടോ ഇല്ല ഫാക്കൽറ്റീസിൻ്റെ. പിന്നെ അപ്പോൾ ബാക്കിയുള്ളവരൊക്കെയോ നമ്മുടെ മറ്റേ ഫാക്കൽറ്റി എന്താ പറയുക, ടീച്ചിങ് സപ്പോർട്ടിങ് ഫാക്കൽറ്റീസ് ആയിട്ടുള്ള നോൺ ടീച്ചിങ് എന്താ പറയുക, ലാബ് സ്റ്റാഫ്, അവരൊന്നും വന്നില്ല അതിൽ. കുറ്റം പറയണമല്ല, അങ്ങനെ എല്ലാവർക്കും ഒരു ഫോൾട്ടുകളുണ്ടല്ലോ. എനിക്കും ഫോൾട്ടുകളുണ്ട്, നിങ്ങൾക്കും ഫോൾട്ടുകളുണ്ട്, എല്ലാവർക്കും ഫോൾട്ടുകളുണ്ട്.
എൻ്റെ ഒരു ഞാൻ ഇത് ഇങ്ങനെ ജസ്റ്റ് റിവ്യൂ നടത്തുന്നു. നിങ്ങൾക്ക് തിരിച്ചെന്തെങ്കിലും പറയുകയാണെങ്കിൽ പറഞ്ഞോളൂ. എനിക്ക് കണ്ട ചില കാര്യങ്ങൾ പറയും, തിരുത്തണമെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം, അല്ല നിങ്ങൾ പറയണത് ശരിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റും, ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ട് ഫാക്കൽറ്റീനെ ക്ലിക്ക് ചെയ്ത ഫാക്കൽറ്റി ഒരു പ്ലേസ്മെൻറ്റ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് ഞാൻ എത്ര പേര് പ്ലേസ്ഡ് ആയി എന്നുള്ള ഡീറ്റെയിൽസ് എനിക്ക് വരാൻ സാധ്യത കുറവാണ്. പ്ലേസ്മെൻ്റ് ഒന്നും അധികം ആൾക്കും കിട്ടാറില്ല. ഞാൻ പറയില്ല, എൻ്റെ ഒന്നും വന്നില്ല, പ്ലേസ്മെൻ്റ് ഒന്നും ഇപ്പം അങ്ങനെ നടക്കുന്നില്ല. കാരണം അതിനുള്ള ക്വാളിറ്റി ഉള്ള കുട്ടികളും ഇല്ല. അത് തന്നെ മെയിൻ കാരണം. ആ രീതിയിൽ ക്വാളിറ്റി ആക്കാൻ പറ്റിയ ടീച്ചർമാരുടെ ഭാഗത്തും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മൾ അധികം അനാവശ്യമായി സംസാരിക്കുന്നില്ല. നമ്മൾ സിലബസ് സെമസ്റ്റർ 1 and 2 പക്ഷേ അത് വരുന്നില്ല. ഇപ്പോൾ ശരിക്ക് 2019 സ്കീമിൽ S6 സിലബസ് എനിക്ക് കാണും, വരുന്നില്ല. ഇത് ഞാൻ പറഞ്ഞു, കോളേജുകൾ പലതും വെബ്സൈറ്റൊന്നും മെയിൻറ്റെയിൻ ചെയ്യാറില്ല. അത് പണ്ട് കാലത്ത് ഉണ്ടാക്കിയിട്ടതായിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വശം. അപ്പോൾ എല്ലായിടത്തും അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. എല്ലാം കൂടി നമുക്ക് ശരിയാക്കാൻ പറ്റില്ലല്ലോ. നോട്ട്സൊന്നും കിട്ടാൻ വഴിയില്ല, സിലബസ് തന്നെ ഇല്ല, പിന്നെയാണ് നോട്ട്സ് പൊതുവെ ഒറ്റ കോളേജ് അങ്ങനെ ഇടാറില്ല. അപൂർവം ചില കോളേജുകൾ, അല്ല വിദേശ കോളേജുകളൊക്കെ ചിലർ ഇടാറുണ്ട് നോട്ട്സ്. സാധ്യത കുറവാണ്, വെറുതെ ലിങ്കുകൾ കിടക്കുന്നതാണ്. പിന്നെ ഈ സാധനം എല്ലാവരും ഇടാറുണ്ട്, PO മിഷൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ കുട്ടികൾക്ക് ഗുണകരമായ ഒന്നും ഒരു പുതിയൊരു വെബ്സൈറ്റിൽ ഉണ്ടാവാറില്ല കോളേജിൻ്റെ. പിന്നെ അവർക്ക് വേണ്ടതാണ് സ്റ്റഡി മെറ്റീരിയൽസാണ്, പഠിക്കാനുള്ള നോട്ട്സ്, ഇമേജസ്, വീഡിയോസ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടാറില്ല. അവരുണ്ടാക്കി കൊടുക്കാറുമില്ല, അതിനൊന്നും ആർക്കും സമയമില്ല. അപ്പോൾ നമുക്ക് ഇത്രയേ പറയാനുള്ളൂ ഇതിൽ. ഇനി മെക്കാനിക്കലിനെ പറ്റിയിട്ട് കണ്ട, ഇതിപ്പോൾ അവിടുത്തെ കുട്ടികൾ ചെയ്ത വീഡിയോ ഫോട്ടോ ഒന്നുമല്ല. അപ്പോൾ ഇതിന് എന്താ റെലവൻസും ഇല്ല. ഇത് മെക്കാനിക്കൽ എന്താണെന്ന് ഒരു ഫീൽ കിട്ടാൻ വേണ്ടി ഇട്ട ഒരു ഡ്രില്ലിങ് മെഷീൻ കാര്യങ്ങളാണ്. ആ കോളേജായിട്ട് ബന്ധപ്പെട്ടിട്ട് പലരും ഇടാറില്ല. മെക്കാട്രോണിക്സ് നമുക്ക് എടുത്ത് നോക്കാം. മെക്കാട്രോണിക്സ് ഇനി ഓരോ ഡിപ്പാർട്ട്മെൻറ്റും വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അതിനുള്ള ഫ്രീഡം കൊടുക്കാറില്ല നമുക്ക്. പൊതുവേ അതേ കോളേജിലുള്ള IT സ്റ്റാഫാണ് ഇത് ഹാൻഡിൽ ചെയ്യാറ്, IT സെൽ. NB സാറ് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആണോ? സോറി, മെക്കാട്രോണിക്സ് അവിടെ. മെക്കാട്രോണിക്സ് ഇത് അവിടുത്തെ കുട്ടികളാണെന്ന് തോന്നുന്നു കണ്ടിട്ട്, യൂണിഫോമിൽ കണ്ടിട്ട്. അപ്പോൾ ഡ്രോൺ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇതൊന്നും കുട്ടികളൊന്നും നോക്കാറൊന്നുമില്ല. കുട്ടികൾക്ക് ഇതിനുള്ള സമയമൊന്നുമില്ല, അവർക്ക് ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്, അത് തന്നെ കിട്ടുന്നില്ല നോട്ട്സ്. എപ്പോഴാണ് ഇതിൻ്റെയൊക്കെ സിലബസ് കിട്ടാനുണ്ടോ? ഭാഗ്യം. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് അത് ചെയ്തു വെച്ചിട്ടുണ്ട് മര്യാദയ്ക്ക്. അപ്പോൾ ഇവർക്ക് 2019 സിലബസ് 15, പക്ഷേ ഇവിടെ 2024 സിലബസ് എവിടെ? 2024 മിസ്സിങ് ആണ്. അപ്പോൾ ഇത് 2019 സിലബസിൽ ലീനിയർ ആൾജിബ്ര, ഇത് KTUവിൻ്റെ തന്നെയല്ലേ? KTU സിലബസ് അതേപടി അതന്നെ. ശരിക്കും അതിൻ്റെ ആവശ്യമുള്ളൂ. എന്നാലും സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ അത് ഒരു ആഡഡ് കഴിവ് തന്നെയാണ്. അത് കുത്തിരുന്ന് മെനക്കെട്ട് എല്ലാം ടൈപ്പ് ചെയ്ത് നമ്മുടേതായ രീതിയിൽ ചെയ്യലൊക്കെ. അത് അനാവശ്യമെന്ന് പറയുന്നവരുണ്ട്. സോറി, ഇത് കുറച്ച് കോളേജുകളുടെ ഡാറ്റ ഞാൻ റെഫറൻസിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. എൻ്റെ വെബ്സൈറ്റ് ഇത്. ഓക്കെ, നമുക്ക് നിർത്താം അപ്പോൾ.